ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സെറ്റ് കൊമേഴ്സ് ഏരിയ ആയിരുന്നു. സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് പഠിക്കണം. മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. MCQs കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ച ഏരിയകൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് അങ്ങ് തറവാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിൽ വന്നിട്ടുള്ള കുറച്ച് നമ്മളുടെ പ്രോബ്ലം ഏരിയ ആണ്. അപ്പൊ ഈ പ്രോബ്ലം ഏരിയാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ FM-ന്റെ ഇതിൽ നിന്നാണ് വന്നേക്കുന്നത്. നമുക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളൊക്കെ റെഫർ ചെയ്ത ആളുകളെ സംബന്ധിച്ചുള്ളത് ഇത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ ആയിരിക്കും. ഇനി ചെയ്യാത്തവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ അറിയാൻ മേലാത്തൊരു ഈ ഏരിയകളിൽ കൂടുതൽ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതെന്താണ്? ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് തന്നേക്കാണ്. എത്രയാന്നേക്ക് മക്കളെ? 3 lakh എന്ന് തന്നിട്ടുണ്ട്. റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 40%. ദെൻ നമ്മളോട് പറഞ്ഞേക്കണം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ? ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഇവിടെ നോക്കിയേ, റിട്ടൻഷൻ റേഷ്യോ ആണ് എത്രയെന്ന് തന്നേക്കുന്നത്? 40%. ഇവിടെ നോക്കിയേ, റിട്ടൻഷൻ റേഷ്യോ എത്രയാണ്? റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 40%. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ 60% ആയിരിക്കല്ലേ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 40% അവർ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 60% അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ടോട്ടൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കാമല്ലോ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോസീഡ്സ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh. 3 lakhന്റെ 60% കണ്ടുപിടിക്കുക. 3 lakhന്റെ 60% ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഡിവിഡൻഡ്, ടോട്ടൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. ടോട്ടൽ ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ? ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ചെയ്താൽ മതി. ഈസി ആയിട്ട് മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ നോക്കിയേ, കാൽക്കുലേറ്റ് ദ ഡിവിഡൻഡ് പെർ ഷെയർ. DPS അല്ലെ? DPS ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഡിവിഡൻഡ് പെർ ഷെയർ. വി ഫസ്റ്റ് നീഡ് ടു ഡിറ്റർമിൻ ദ total amount of dividend distributed by the company and the dividend is divide the amount by the number of outstanding equity share. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കണം അല്ലെ? ആ ഒരു കമ്പനി ഡിവൈഡ് ചെയ്ത, ആ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ടോട്ടൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കണം. ദെൻ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 lakh എന്നും എന്താണ് റിട്ടൻഷൻ റേഷ്യോ 40% തന്നിട്ടുണ്ട്. സോ നമ്മൾ 100ൽ നിന്ന് 40% കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കിട്ടും. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയെന്ന് കിട്ടി? 60% എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് എത്രയെന്ന് കിട്ടി? 60% എന്ന് കിട്ടി. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 1 lakh എന്ന്. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മളുടെ എന്താണ് റിട്ടൻഷൻ റേഷ്യോ കണ്ടുപിടിച്ചിരുന്നു, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിച്ചിരുന്നു, 60% എന്നുള്ള കാര്യം. സോ നമ്മൾ ഇക്വേഷനിലേക്ക് പോവുകയാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഡിവിഡൻഡ്, ടോട്ടൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്രയായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 3 lakh ഇൻറ്റു എത്രയാണ് നമ്മളുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ? 60%. സോ നമുക്ക് എത്രയെന്ന് കിട്ടി? 1,80,000 എന്ന് കിട്ടി. 1,80,000 എന്ന് കിട്ടി. മക്കളെ മനസ്സിലായോ? 1,80,000 എന്താണ്? നമ്മൾ ടോട്ടൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഡിവിഡൻഡ് ആണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? DPS ആണ്. DPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിവിഡൻഡ് അല്ലെ? ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ടോട്ടൽ ഡിവിഡൻഡ് ഇപ്പൊ നമുക്ക് 1,80,000 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 1 lakh ചെയ്യുക, 1.80 ആണ് നമ്മളുടെ ആൻസർ. DPS എത്രയെന്ന് കിട്ടി? 1.80 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ,
ഇഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ അറ്റ് ആൻ ആനുവൽ റേറ്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ അറ്റ് ആൻ ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8% ആണ്. അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ഇയേഴ്സ് will it take into double an investment using the rule 72? ഞാൻ എപ്പോഴും പറയുന്നതാണ് റൂൾ 72 അല്ലെങ്കിൽ റൂൾ 69 ഒക്കെ ചിലപ്പോൾ കയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരും എന്നുള്ള കാര്യം. വളരെ സിമ്പിൾ ആണ്. ഡബ്ലിംഗ് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് 1000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നത് 2000 ആകും, അതായത് ഇരട്ടിയാകുന്നത്. ഡബ്ലിംഗ് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളുകളാണ് റൂൾ 69ഉം റൂൾ 72. വളരെ സിമ്പിൾ ആണ്. ആ റൂളിനകത്ത് പറഞ്ഞേക്കുന്നത് എത്രയാണ്? 72 അല്ലേ? 72 ഡിവൈഡഡ് ബൈ റേറ്റ് ആയിരിക്കും ഏത് യൂസ് ചെയ്യുമ്പം റൂൾ 72 യൂസ് ചെയ്യുമ്പോൾ. റൂൾ 69 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? 69 ഡിവൈഡഡ് ബൈ റേറ്റ് പ്ലസ് എന്താണ് 0.35 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പറും കൂടി ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ റൂൾ 72 അനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 72 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ് എത്രയാണ്? 8. 72 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ പോരെ? ഇവിടെ നോക്കിയേ, റൂൾ 72 സിമ്പിൾ വേ ടു എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു ഡബിൾ ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകുന്ന ഇയർ കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് റൂൾ 72 എന്ന് പറയുന്നത്. 72 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇവിടെ 72 ഡിവൈഡഡ് ബൈ 8 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 9 ഇയേഴ്സ് എന്ന് കിട്ടും. 9 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് പറഞ്ഞേക്കാണ്, ഇഫ് യു വാണ്ട്സ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു ഡബിൾ every 5 years, what is the approximate annual rate of return required to rule 72? അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൂൾ 72 തന്നെ മറ്റൊരു രീതി പറഞ്ഞേക്കുവാണ്. അതായത് ഈ 5 വർഷം കൂടുമ്പോൾ റൂൾ 72 അനുസരിച്ച് എന്താകുന്നുണ്ട്? ഡബിൾ ആകുന്നുണ്ട് എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? 5 വർഷം കൂടുമ്പോൾ ഡബിൾ ആകും. അപ്പൊ ഡബിളിംഗ് പീരീഡ് തന്നു. എത്രയാണ്? 5 വർഷം. റൂൾ 72 അനുസരിച്ച് നോക്കിയപ്പം ഡബിളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവരുടെ റേറ്റ്, ആനുവൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷൻ അതോടെ ഇട്ട് കൊടുത്താൽ പോരെ മക്കളെ? ചെയ്യത്തില്ലേ? ഇത്ര ആൻസർ വന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? നോക്കിയാൽ എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒന്ന് റൂളുകൾ ഒന്ന് പറയാണ്. റൂൾ 69ഉം എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഡബ്ലിംഗ് പീരീഡ് കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റൂൾ 69. റൂൾ 69 ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 69 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ് എന്തുകൂടി വരുന്നുണ്ട്? പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പറും കൂടി വരും, 0.35. കേട്ടോ? ആ കിട്ടുന്നതിനോട് ഒരു 0.35 കൂടി ആഡ് ചെയ്യണം. അതായത് റൂൾ 69 is the another method of estimating doubling period of an investment. അവിടെ എങ്ങനെയായിരിക്കും? ഓർത്ത് വെക്കുക, 69 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ് പ്ലസ് 0.35. അടുത്തതാണ് റൂൾ 114. റൂൾ 114 അല്ലെ? റൂൾ 114 എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ട്രിപ്പിൾ ആകാനായിട്ട്, 3 ഇരട്ടി ആകാനായിട്ട് യൂസ് ചെയ്യുന്ന റൂളാണ്. ഏതെന്ന് പറയുന്നത് 3 ഇരട്ടി ട്രിപ്പിൾ ആകാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് 114 എന്ന് പറയുന്നത്. ഒന്നുമില്ല, 114 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ്. ഓക്കെ ആണല്ലോ? അടുത്തത് എന്താണ്? റൂൾ 144. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് 4 ഇരട്ടി ആകാനായിട്ട് എടുക്കുന്ന ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? റൂൾ 144 അല്ലെ? 4 ഇരട്ടി ആകാന്ന്. അപ്പൊ എന്താണ്? 144 ഡിവൈഡഡ് ബൈ ആനുവൽ റേറ്റ്. അപ്പം ഇതുവരെ 4 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ 2 ഇരട്ടി ചോദിച്ചിട്ടുണ്ട്. റൂൾ 72 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത നോക്കിയേ, എ കമ്പനീസ് കറണ്ട് റേഷ്യോ. ഒരു കമ്പനിയുടെ കറണ്ട് റേഷ്യോ തന്നേക്കാണ്. എത്രയാണ്? 3:1. ഒരു കമ്പനിയുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:1 ആണ്. കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്
9 lakh, what is current liability? നമുക്കറിയാം കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. സോ ഇവിടെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 3 എന്നും കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് 9 lakh എന്നും. കറണ്ട് ലൈബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ലൈബിലിറ്റി നിങ്ങൾ കണ്ടുപിടിക്കത്തില്ലേ? ഈസി അല്ലേ മക്കളെ? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? എത്രയാ വന്നത്? 3 lakh എന്ന് വന്നു. ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 3 lakh എന്ന് വന്നു അല്ലെ. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. സോ 3 ഈസ് ഈക്വൽ ടു 9 lakh ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി. സോ 9 lakh ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 lakh എന്ന് ആൻസർ വന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചെയ്ത് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ കമ്പനി ഇഷ്യൂ 10%, കമ്പനി ഇഷ്യൂ 10% redeemable preference share. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തേക്കാണ് 10% redeemable preference share ആണ്. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഫേസ് വാല്യൂ 100 ആണ്. ബട്ട് അതിന്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 95 ആണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അല്ലെ, DP ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. DP എത്രയാണ്? DP ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്? നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം അല്ലെ. 10% അല്ലെ. 10 ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ് എത്രയാ? 95 ഇൻറ്റു 100 ചെയ്താ പോരെ. 10 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 അല്ലെ. DP ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. നോക്കിയേ, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ. 10 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 അല്ലെ. 10 ഇൻറ്റു 100 ഒക്കെ വെച്ച് ചെയ്താൽ മതി. 1000 ഡിവൈഡ് ബൈ 95 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ലേ? 10.53% അല്ലെ. 10.53% ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ. എ കമ്പനി ഇഷ്യൂഡ് 2005% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 100 രൂപ വാല്യൂ ഉള്ള 20,000 5% ഷെയറുകളാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ, കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 പെർ ഷെയർ ആണ്. And the cost of preference share capital of these shares are issued at a par. അപ്പം എന്താണ്? പാറിൽ തന്നെയാണ് ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമുക്ക് DP വാല്യൂയിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പെർസെന്റേജ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം അല്ലെ. 5% ആണ് കിട്ടുന്നത് അല്ലെ. 5 ഡിവൈഡഡ് ബൈ, നോക്കിയാൽ 100ലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ കോസ്റ്റ് എത്ര ഉണ്ടായിട്ടുണ്ട്? 2 ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ 100 മൈനസ് 2 98 എന്ന് കിട്ടും അല്ലെ. 98 എന്ന് കിട്ടും. ഒന്നെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? 20,000 അല്ലേ ഷെയറുകൾ? 20,000 ആണ്. 20,000 ഇൻറ്റു 100 അല്ലെ. 20,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് വന്നു? 20 lakh എന്ന് വന്നു അല്ലെ. 20 lakh എന്ന് വന്നില്ലേ? 20 lakh എന്ന് വന്നില്ലേ മക്കളെ? 20 lakh എന്ന് വന്നില്ലേ? 20 lakhന്റെ എത്രയാണ്? 5% ആണ്. 20 lakhന്റെ 5% ആണ് ഡിവിഡൻഡ് വരുന്നത്. 5% ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 5% ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 1 lakh. 5% ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 1 lakh ഡിവിഡൻഡ് വരുന്നുണ്ട്. ഇനി അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? NB കണ്ടുപിടിക്കത്തില്ലേ? NB കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം എങ്ങനെയാ? 20 lakh ഇൻറ്റു 100 എത്രയെന്ന് വന്നു? 20 lakh ഇൻറ്റു 100 എത്രയെന്ന് വന്നു? 20,000 ഇൻറ്റു 100 എത്രയെന്ന് വന്നു? 20 lakh എന്ന് വന്നു. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 20,000 ഇൻറ്റു 2 കോസ്റ്റ് ആയിട്ടുള്ള 20,000 ഇൻറ്റു 2 എത്രയാണ്? 40,000 കുറയ്ക്കണം അല്ലെ. അപ്പൊ എത്രയെന്ന് വരും? 1 lakh ഡിവൈഡഡ് ബൈ എന്നാണ് 19,60,000 എന്ന് വരും. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും. ഏത് രീതിയാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആ രീതിയിൽ ചെയ്താൽ മതി. DP ഡിവൈഡഡ് ബൈ NB. എങ്ങനെയാണ് ഈ DP കിട്ടിയേക്കുന്നത്? DP എങ്ങനെ കിട്ടി? DP എങ്ങനെ കണ്ടുപിടിക്കാം? DP എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യം എത്ര നമുക്ക് എന്ത് ചെയ്യണം? 20,000 ആണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. അതേ ഇൻറ്റു എത്രയാണ്? 100 ചെയ്തു. 20,000 ഇൻറ്റു 100 കിട്ടുന്നതിന്റെ എത്ര എടുത്തു? 5% എടുത്തു. അപ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 1 lakh എന്ന് കിട്ടിയത്. ദെൻ പഴയതുപോലെ തന്നെ 20,000 ഇൻറ്റു എത്രയാണ്? 100. അതിൽ നിന്ന് എന്താണ് കോസ്റ്റ് ആയിട്ടുള്ളത്? 20,000 ഇൻറ്റു എത്രയാണ്? നമുക്ക് എത്രയാണ് കോസ്റ്റ്? 2. സോ അത് കുറച്ചു. അപ്പൊ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടി? 5.1% എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? 5 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു
100 ചെയ്താലും മതി. ഏത് വേണേലും നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആ രീതിയിൽ ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. 100 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. കോസ്റ്റ് ആയിട്ട് 2 രൂപ വരുന്നുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയേ വരുന്നുള്ളൂ? 98 വരുന്നുള്ളൂ. സോ 5 ഡിവൈഡ് ബൈ നമ്മുടെ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 5% അല്ലേ? 5 ഡിവൈഡ് ബൈ 98 ഇൻറ്റു 100. സോ 5.1%. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്യത്തില്ലേ? ഈസി ആയിട്ട് ചെയ്യത്തില്ലേ? ഇവിടെ നോക്കിയേ, കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്നത് എത്രയാണ്? 20,000. 5% പ്രിഫറൻസ് ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തേക്കുന്നത്. 100 ഈച്ച് ആണ്. അതിൽ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 per share ആണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഓഫ് ദീസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. പ്രീമിയം എത്ര വരും? പ്രീമിയം എമൗണ്ട് എത്ര വരും? അതായത് എത്രയാണ്? 100ന്റെ 10% ഓഫ് പ്രീമിയം എന്ന് പറയുന്ന 10 വരുന്നുണ്ട് അല്ലേ? നമുക്കപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ശരിക്കും ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 പ്ലസ് എത്രയാണ്? നമ്മളുടെ ഇപ്പൊ കിട്ടിയേക്കുന്ന ഈ പ്രീമിയം ആയിട്ടുള്ള 10 കോസ്റ്റ് എത്രയാ? 2 കുറയ്ക്കണം. സോ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 108 ആയിരിക്കും ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? 108ലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എത്രയാണ്? നമ്മളുടെ 5% ആണ് പ്രിഫറൻസ്. അപ്പം 5 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100. 5 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100. അല്ലെങ്കിൽ വാല്യൂവിലേക്ക് പോകണം. വാല്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 20,000. ഡി പി കണ്ടുപിടിക്കണ്ടേ? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി പി കണ്ടുപിടിക്കണം. ഡി പി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക? 20,000 ഇൻറ്റു 20,000 ഇൻറ്റു എത്രയാണ് നമ്മളുടെ എന്താണ് ഷെയറിന്റെ നോർമൽ വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ എത്രയാണ്? 100. സോ നമുക്ക് എത്രയെന്ന് കിട്ടി? 20 lakh എന്ന് കിട്ടി. 20 lakhന്റെ 5% ആണ് നമ്മളുടെ ഡി പി. സോ നമുക്ക് എത്രയെന്ന് കിട്ടി? 1 lakh എന്ന് കിട്ടി. ഡി പി നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻ പി കണ്ടുപിടിക്കണം. എൻ പി കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യുക? 20,000 ഇൻറ്റു 100 അല്ലെ? 20,000 ഇൻറ്റു 100 വരും. പ്ലസ് എത്രയാണ്? പ്രീമിയം വരിക അല്ലേ? 20,000 ഇൻറ്റു പ്രീമിയം എത്രയാ? 10. 20,000 ഇൻറ്റു 10 മതിയോ? തീർന്നോ? ഇല്ല. എന്ത് കുറയ്ക്കണം? കോസ്റ്റ് കുറയ്ക്കണ്ടേ? 20,000 ഇൻറ്റു എത്രയാണ്? എത്രയാ കോസ്റ്റ്? 2. കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും അല്ലെ? 20,000 ഇൻറ്റു 100 എത്രയാണ്? 20 lakh എന്ന് കിട്ടി. പ്ലസ് 20,000 ഇൻറ്റു 10 എത്രയാണ്? 2 lakh. അപ്പൊ 22 lakh എന്ന് കിട്ടി. 22 lakhൽ നിന്ന് എത്ര കുറയ്ക്കണം? 20,000 ഇൻറ്റു 2 40,000 കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 21,60,000 എന്ന് കിട്ടും അല്ലെ? 21,60,000 എൻ പി കിട്ടും. ഇനി എളുപ്പമല്ലേ? ഡി പി ഡിവൈഡ് ബൈ എൻ ബി ചെയ്താൽ പോരെ? ഡി പി ഡിവൈഡ് ബൈ എൻ ബി ചെയ്താൽ പോരെ? വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, ഡി പി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഡി പി നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 1 lakh എന്നുള്ളത്. എൻ പി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചു. 21,60,000 ഇൻറ്റു 100 ചെയ്താൽ മതി. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര ചെയ്താൽ മതിയായിരുന്നു? 5 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100 എന്ന് ചെയ്താൽ മതിയായിരുന്നു. ഇതേപോലെ. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ കേസും വരും കേട്ടോ. ഇത് കണ്ടോ? ഇത് ഡിസ്കൗണ്ടിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കൗണ്ടിന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്? 20,000 5% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ 2 per share. കാൽക്കുലേറ്റ് ദ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദീസ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? 5 ആണ് നമ്മളുടെ ഡി പി എന്ന് പറയുന്നത് അല്ലെ? ഡി പി 5 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻ ബി കണ്ടുപിടിക്കണം. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. എന്താണ്? ഡിസ്കൗണ്ട് ഉണ്ട് 5, കോസ്റ്റ് ഉണ്ട് 2. സോ നമുക്ക് എത്രയെന്ന് കിട്ടി? 103 എന്ന് കിട്ടി. അപ്പൊ എങ്ങനെ വരും? നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? നമ്മളുടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ? ഡി പി ഡിവൈഡ് ബൈ എൻ ബി അല്ലേ? ഡി പി ഡിവൈഡ് ബൈ എൻ ബി ഇൻറ്റു 100. സോ നമുക്ക് എങ്ങനെ വരും? 5 ഡിവൈഡ് ബൈ 103 ഇൻറ്റു 100. 103 ഇൻറ്റു 100. ഇനി അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം? ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഡി പി കണ്ടുപിടിക്കണം അല്ലെ? ഡി പി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 20,000 ഇഷ്യൂ പ്രൈസ് എത്രയാണ്? നോർമൽ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 100. ഫേസ് വാല്യൂ 100 അല്ലേ? 100 വെച്ച് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടി? 20 lakh എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 20 lakhന്റെ 5% കണ്ടുപിടിക്കണം. 20 lakhന്റെ 5% കണ്ടുപിടിക്കണം. എത്രയെന്ന് കിട്ടി? 1 lakh എന്ന് കിട്ടി. ഡി പിയുടെ കാര്യം റെഡിയായി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻ ബി കണ്ടുപിടിക്കണം. എൻ ബി കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? 20,000 ഇൻറ്റു
നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ടുള്ള എത്രയാണ് 100. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡിസ്കൗണ്ട് കുറയ്ക്കണം അല്ലേ? ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് എത്ര? 5 അല്ലേ? 20,000 ഇൻറ്റു 5 കോസ്റ്റ് ആയിട്ടുള്ള എത്രയും കൂടി കുറയ്ക്കണം? 2 കൂടി കുറയ്ക്കണ്ടേ? 20,000 ഇൻറ്റു 2. അതായത് ഇവിടെ എത്രയൊക്കെ കുറയ്ക്കണം? 20,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 20 lakh എന്ന് കിട്ടി. ആ 20,000 ഇൻറ്റു 5 അല്ലേ? അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടി? 1 lakh എന്ന് കിട്ടി. 1 lakh കുറയ്ക്കണം. അപ്പൊ എത്രയായി? 19 lakh ആയി. പിന്നെയും കുറയ്ക്കണം. എത്രയും കൂടി കുറയ്ക്കണം? 40,000 കൂടി കുറയ്ക്കണം. അപ്പൊ 18,60,000 എന്ന് നമുക്ക് NB കിട്ടി. ഇനി ചെയ്യാലോ? കണ്ടോ? 1 lakh divided by 18,60,000 into 100. സോ നമുക്ക് എത്രയെന്ന് കിട്ടി? 5.38 എന്ന് ആൻസർ കിട്ടി. അതേ രീതിയിൽ തന്നെയല്ലേ മറ്റേ രീതി? കണ്ടോ? 95 ആണ് നമ്മളുടെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. കോസ്റ്റ് 2 ഉണ്ട്. സോ നമുക്ക് കുറച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് എത്രയെന്ന് കിട്ടി? 93 എന്ന് കിട്ടി. സോ 5 divided by 93 into 100 ചെയ്ത് കഴിഞ്ഞാൽ 5.38. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആ മെത്തേഡിൽ എന്ത് ചെയ്യുക? ചെയ്ത് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നമ്മളുടെ CCയിൽ പുതിയ ബാച്ച് ഉണ്ട്. ഇനിയും സമയമുണ്ട് നമ്മളുടെ മുന്നിൽ. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് എന്താണ്? മോക്ക് ടെസ്റ്റുകളിലൂടെ, മോഡൽ എക്സാമിലൂടെ, PDF മെറ്റീരിയലിലൂടെ, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നൽകി നിങ്ങൾക്ക് സെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് CC. അപ്പം CCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്ന നല്ല റിസൾട്ടുള്ള ബാച്ചുകളാണ്. നിങ്ങൾ നമ്മളുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് സെറ്റ് കൊമേഴ്സിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ സെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല വിദഗ്ധരായ അധ്യാപകരുടെ ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മറ്റു ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അതിലും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമന്റ്സും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതും അറിയിക്കുക. കൂടുതൽ MCQs വേണമെങ്കിൽ അത് അറിയിക്കുക. ക്ലാസിന്റെ അഭിപ്രായം എല്ലാം നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയുണ്ട്. അതിലും ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.